ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാ ചമ്മന്തിയാണ്. ഇതിനു മുമ്പ് മാങ്ങാ ചമ്മന്തിയുടെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. ഇപ്പോൾ ഈ മാങ്ങാ ചമ്മന്തി കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മാങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട്, 2 വറ്റൽ മുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചുവന്നുള്ളി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം മാങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് പുളി അനുസരിച്ച് മാങ്ങ ചേർക്കാവുന്നതാണ്. മാങ്ങ ഇട്ട് കൊടുക്കുക, ഉള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി, വറ്റൽ മുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അധികം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ഒരു തരിതരിപ്പായിട്ട് മാത്രം അരച്ചാൽ മതിയാകും. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.